ഭർത്താവിനെ കൊന്ന് 3,50,000 രൂപയുടെ സ്വർണം മോഷ്ടിച്ചു ഭാര്യ. മധ്യപ്രദേശിൽ നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യപ്രദേശിലെ ദേവകൃഷ്ണ എന്ന സുഗന്ധവ്യഞ്ജന വ്യാപാരി വീട്ടിൽ മരണപ്പെട്ട് കിടക്കുന്നു. ഭാര്യയെ പോലീസ് റിപ്പോർട്ട് ചെയ്തു. പോലീസ് വന്ന് അന്വേഷണം തുടങ്ങി. ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം 7/4/2026 ചൊവ്വാഴ്ച രാത്രിയിലാണ് ഈ സംഭവം. ദേവകൃഷ്ണ എന്ന സുഗന്ധവ്യഞ്ജന വ്യാപാരിയും ഭാര്യ പ്രിയങ്കയും ഒന്നിച്ച് താമസിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം മുതൽ ഭാര്യ നിരന്തരം ഭർത്താവ് ദേവകൃഷ്ണയുമായി വഴക്ക്. കാരണം ഭർത്താവിന് വലിയ നിറമൊന്നുമില്ല. ഇവർ വലിയ സുന്ദരിയാണ്, നല്ല നിറമുണ്ട്. ഇതിൽ കൂടുതൽ നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ഞാൻ അർഹത ഉള്ളവളാണ് എന്നൊക്കെ പറഞ്ഞാണ് പതുക്കെ വഴക്കുകൾ ആ വീട്ടിൽ തുടങ്ങിയത്. സുഗന്ധ വ്യാപാരിയായ പുരോഹിത ദേവകൃഷ്ണ അതെല്ലാം സമാധാനത്തോടെ നേരിട്ടുകൊണ്ടേയിരുന്നു. ഇവൾ ദൈനംദിനം ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ സ്ഥിരം വഴക്കായി. ഇപ്പോഴേ അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഭർത്താവ് വീട്ടിനകത്ത് കഴുത്തിൽ വെട്ടേറ്റ് കിടക്കുന്ന രംഗമാണ്. ഭാര്യ കിടന്ന് വിളിച്ചു, നിലവിളിച്ചു. ആൾക്കാരും ബഹളങ്ങളും എല്ലാം വന്നു. പോലീസ് വന്നു. അന്വേഷണം മുറുകി. അന്വേഷണത്തിനിടയ്ക്ക് അവളുടെ പ്രിയങ്കയുടെ മൊഴി രേഖപ്പെടുത്തി നന്നായിട്ട് കഥകൾ പറഞ്ഞു. രാത്രിയിലെ 2 പേരെ ഞാൻ കണ്ടു, വേറെ ആൾക്കാരുണ്ട്. അവർ വന്ന് വീട്ടിലെ ആഭരണങ്ങളെല്ലാം എവിടെ ഇരിക്കുന്നെന്ന് ചോദിച്ചു. ഇവളുടെ പ്രിയങ്കയുടെ കാലും കൈയും കെട്ടി. അതിനുശേഷം അവളെ ഉപദ്രവിച്ചു. എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അതിനുശേഷം ഇവൾ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഭർത്താവ് ഉറക്കമാണ്. നിവൃത്തിയില്ലാതെ ഇവൾ ആഭരണങ്ങളെല്ലാം എടുത്ത് തരാം, ഇരിക്കുന്ന സ്ഥലങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവൾ നിലവിളിക്കാൻ തുടങ്ങി. ഇപ്പം ഭർത്താവിനെ വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത്. കഴുത്തിൽ മാരകമായ മുറിവേറ്റിട്ടുണ്ട്. ഏതായാലും പോലീസിൻ്റെ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയി. പത്രക്കാരും അവർക്ക് ആ വീട് വളഞ്ഞു. അവർ ഇവരുടെ മൊഴി എന്താണ് സംഭവിച്ചതെന്നുള്ളത് പത്രക്കാർ രേഖപ്പെടുത്തി. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഭാര്യ പ്രിയങ്ക അവരെടുത്ത് ആൻസർ ചെയ്തു. മൂർച്ചയേറിയ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഭർത്താവ് പ്രതിരോധിച്ചപ്പോഴാണ് ഭർത്താവിനെ കൊന്നത് എന്ന് പറയുന്നുണ്ട് പ്രിയങ്കയ്ക്ക് 25 വയസ്സേ ഉള്ളൂ. അതുപോലെ പുരോഹിത് ദേവകൃഷ്ണയ്ക്ക് 32 വയസ്സേ ഉള്ളൂ. ഏതായാലും വിവാഹത്തിന് ശേഷം കുറേ നാളുകളായിട്ട് ഈ പെൺകുട്ടി ഭർത്താവിന് നിറമില്ല എന്ന് കൂടെ പറയും. അയാൾ വ്യാപാരിയാണ്, പണം ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ പോയിരിക്കും. എന്തായാലും നിറമില്ല എന്ന പരാതി പ്രിയങ്കയുടെ ചേച്ചി ജ്യോതികയ്ക്ക് അറിയാം. പോലീസ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പം അവർ പറഞ്ഞു, ഇവൾ നിരന്തരം വഴക്കുണ്ടാക്കുമായിരുന്നു, അയാൾക്ക് വലിയ നിറമൊന്നുമില്ല, ഇവക്ക് നല്ല നിറമുള്ള ഭർത്താവ് ഇവക്ക് ഒത്തിരി കല്യാണം വന്നതാണ്, കിട്ടുമായിരുന്നു എന്നൊക്കെ. പോലീസ് അവിടെ മുഴുവൻ സെർച്ച് ചെയ്ത് കുഴപ്പം നഷ്ടപ്പെട്ട ആഭരണത്തിൽ ചിലത് ഒളിച്ചു വച്ചിരിക്കുന്നത് കണ്ടു. അവിടെ മുതൽ പ്രിയങ്കയെ സംശയമായി. ചോദ്യം ചെയ്തു. സഹോദരിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഭർത്താവിന് നിറമില്ല എന്നുള്ള കുറ്റം പറഞ്ഞത്. ഭർത്താവിനോട് വൈരാഗ്യമുണ്ട്. ഏതായാലും പോലീസിൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്തതിൽ പ്രിയങ്ക വീണു, കുറ്റം സമ്മതിച്ചു. സ്വർണ്ണാഭരണം മുഴുവൻ കണ്ടെടുത്ത് വീടിനകത്ത് ഒളിച്ച് പല സ്ഥലത്ത് വച്ചിരിക്കുന്നത്. അവർക്കൊരു കാമുകനുണ്ടായിരുന്നു, അയാളെ വലിയ ഇഷ്ടമായിരുന്നു. കാമുകൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഭർത്താവിനെ കൊല്ലണം, അതിനൊരാളെ വേണം. ഏതായാലും കാമുകൻ പറഞ്ഞ ആളെ ശരപ്പെടുത്തി തരാൻ 1,00,000 രൂപ കൊടുക്കണം. 1,00,000 രൂപയിൽ 50,000 അഡ്വാൻസ് കൊടുത്തു.
കാമുകനായ കമലേഷ് പുരോഹിത് എന്ന് പറഞ്ഞ ആൾ ഒരു വാടക കൊലയാളിയെ ഇടപാട് ചെയ്തു 1,00,000 രൂപയ്ക്ക്. സുരേന്ദ്ര ഭാട്ടിയ എന്ന അയാൾക്ക് 50,000 രൂപ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തു. കൊല്ലുന്ന ദിവസം മുൻവശത്തെ വാതിൽ തുറന്നിട്ടേക്കണം എന്ന് പറഞ്ഞു. പ്രിയങ്ക മുൻവശത്തെ വാതിൽ തുറന്നിട്ടു. അതിൽ കൂടെ കാമുകൻ്റെ ശിങ്കിടിക്കാരനായ സുരേന്ദ്ര ഭാട്ടിയ അകത്ത് പ്രവേശിച്ചു. ഉറങ്ങിക്കിടന്ന ഭർത്താവിനെ മൂർച്ചേറിയ ആയുധം കൊണ്ട് കഴുത്തിനൊക്കെ വെട്ടി. അയാൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പം വെട്ടിക്കൊലപ്പെടുത്തി അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പോലീസ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവത്തെപ്പറ്റി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നു. അതിനുമുമ്പ് പത്രക്കാരുടെ മുമ്പിൽ ഏങ്ങലടിച്ച് നിന്ന് ഈ കഥകളെല്ലാം പറഞ്ഞു. 2 പേരെ കണ്ടു, വേറെ ആൾക്കാരും ഉണ്ടായിരുന്നു. ഏതായാലും കമലേഷ് പുരോഹിത് എന്ന കാമുകൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടന്നത് എന്ന് മനസ്സിലായി. ദേവകൃഷ്ണ എന്ന ആ സുഗന്ധ വ്യാപാരിയുടെ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കണം. മരുമകളാണ് സ്വന്തം ഭർത്താവിനെ കൊന്നത്. അതുകൊണ്ട് അവരതിശക്തമായിട്ട് ഇവളെ ശിക്ഷിക്കാനുള്ള രീതിയിൽ മൊഴികൾ കൊടുത്തുകൊണ്ടിരുന്നു. പുരോഹിത ദേവകൃഷ്ണയ്ക്ക് അല്പം നിറം കുറഞ്ഞതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സ്വർണത്തിൻ്റെ മോഹം ഉണ്ടായിരുന്ന അവൾ ഏകദേശം 3.5 ലക്ഷം രൂപയുടെ സ്വർണം അവൾ ഭർത്താവിനെ കൊന്ന് അവിടുന്ന് അടിച്ചു മാറ്റി. എന്തായാലും ഇത് വലിയ വാർത്തയായി മധ്യപ്രദേശിൽ. കേരളത്തിലെ പല സ്ത്രീകളും ഇതേ രീതിയിലുള്ള ചില നടപടികൾ മുഖേന ഭർത്താവിനെ കൊന്നിട്ടുണ്ട്. അതും മറ്റു ചില കഥകൾ പറയുകയും ചെയ്തു. അതൊക്കെ പോലീസ് ആ കഥകളെല്ലാം പൊളിച്ചടുക്കി. പിന്നീട് തൻ്റെ കയ്യും കാലുകളും ആ ഗുണ്ടകൾ കെട്ടിയിട്ടെന്നൊക്കെ ഇവൾ പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ വലിച്ചു കീറി എന്നൊക്കെ പത്രക്കാരെടുത്തു. താൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഭർത്താവിനെ കൊല്ലുമെന്ന് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കഥകൾ പത്രക്കാരെടുത്ത് ഏങ്ങലടിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും മധ്യപ്രദേശ് പോലീസിന് അഭിനന്ദനം. കൃത്യമായി മറ്റ് പലരും ഇടി വാങ്ങാതെ ഈ പെൺകുട്ടിയുടെ 25 വയസ്സുകാരിയുടെ മൊഴിയുടെ വൈരുദ്ധ്യവും അവളുടെ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ അതെങ്ങനെ കള്ളന്മാർ അല്ലെങ്കിൽ കൊലയാളികൾ തുറന്നു മോട്ടിച്ചെടുക്കാൻ അതിനൊരു തൃപ്തികരമായ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ആ വാതിൽ എങ്ങനെ തുറന്നു കൊടുത്തു, അതൊരു ഇൻസൈഡ് ജോബായിട്ട് തന്നെയാണ് മധ്യപ്രദേശ് പോലീസ് ആദ്യം കണക്കാക്കിയത്. അകത്തുനിന്ന് ഒരാളുടെ സഹായമില്ലാതെ നടക്കില്ല എന്നുള്ള അവരുടെ ആ ഫൈൻഡിങ് ആ കേസിൻ്റെ തെളിവിലേക്ക് എത്തപ്പെടുകയും ചെയ്തു.